ഹലോ. അപ്പോൾ ഞങ്ങളും പോയി 2025 നമ്മുടെ നിലമ്പൂർ പാട്ടുത്സവത്തിന്. അപ്പോൾ അത്യാവശ്യം നേരത്തെ ഇറങ്ങിയോണ്ട് ഒരു 5-5:15 ആകുമ്പോൾ ഇറങ്ങിയോണ്ട് നമ്മൾ നേരത്തെ എത്തി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഫസ്റ്റ് കയറാൻ നോക്കിയത് തോണിയിലായിരുന്നു. തോണി കയറി ഇപ്രാവശ്യം അമ്മേനെയും കുട്ടീനെയും കൂടി ഒപ്പം കൂട്ടിയിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ല പേടിയാണ്. അമ്മയൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് കയറുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കയറിയിട്ടുണ്ട്. എല്ലാം ഇപ്രാവശ്യം ഓരോന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2 ഉണ്ടായിരുന്നു. പക്ഷേ വലിയ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഞങ്ങൾക്ക് അലർജിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുട്ടിക്ക് മറ്റേ കറങ്ങണ കുട്ടി ജീപ്പ് കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ അവനത് കയറി. ഒരു 50 രൂപ വെച്ച് ഞങ്ങൾ റിങ് മേടിച്ചു. എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഓർലിക്സ് ആയിരുന്നു രക്ഷ്യം. ഞങ്ങളുടെ രണ്ടുപേരും രക്ഷ്യം ഓർലിക്സ് ആയിരുന്നു. പക്ഷേ ഓർലിക്സ് തട്ടി, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ അതൊക്കെ വലിയ വർത്താനമൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ബൂസ്റ്റ് മേടിച്ചു. അപ്പൂസിന് അതിൻ്റെ ഇടയ്ക്ക് ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തന്നെ ടിക്കറ്റ് എടുത്ത് അവൻ കയറി. ഞങ്ങൾ അപ്പോഴേക്കും വെള്ളം കുടിക്കാൻ വേണ്ടി കുലുക്കി സർവത്ത് അങ്ങനെ എന്തോ ബൂസ്റ്റിൻ്റെ അത് കുടിക്കാൻ വേണ്ടി കയറി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ട്രൈ ചെയ്തു. കോളിഫ്ലവർ ട്രൈ ചെയ്തു. പിന്നെ ചുമ്മാ അതിലിങ്ങനെ കറങ്ങി നടക്കുക. അതുതന്നെയായിരുന്നു പരിപാടി. രാത്രിയുള്ള വൈബ് നല്ല അടിപൊളിയാട്ടോ. നല്ല രസം. ഫുൾ കളറൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അതിലൊക്കെ കറങ്ങി. പിന്നെ എന്നത്തെ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പാട്ടങ്ങാടി പോയി എന്ന് പറഞ്ഞതിന് വലിയൊരു തെളിവാണ് ഈ കയ്യിൽ അച്ച്. അങ്ങനെ ഇപ്രാവശ്യം അമ്മേൻ്റെ കയ്യിലാണ് ചെയ്തത്. അതൊക്കെ ഇട്ടു. ഞങ്ങൾ ആ കടലയൊക്കെ മേടിച്ചു. അങ്ങനെ ചുമ്മാ അതിലൊക്കെ കറങ്ങിയത് കഴിഞ്ഞ് ഇപ്രാവശ്യം പായസങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ചെറിയൊരു ഇതൊക്കെ സെറ്റപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് മേടിച്ചു. അടയും ബോളിയും മേടിച്ചേ. അത് മേടിച്ചു. അത് ട്രൈ ചെയ്തു. ഫുഡ് കഴിച്ചു. അപ്പോൾ നേരെ വീട്ടിലോട്ട്. എന്തായാലും അടിപൊളിയായിരുന്നു ഇപ്രാവശ്യവും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.